Welcome to the video where we talk about how to invest smartly in the gold. ഗോൾഡിൽ നമുക്ക് രണ്ട് രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഒന്ന് ഫിസിക്കലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം, രണ്ട് ഡിജിറ്റലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഫിസിക്കലായിട്ടും മെയിൻലി രണ്ട് രീതിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഒന്ന് ഓർണമെന്റ്സ് ആയിട്ടും ഒന്ന് ഗോൾഡ് കോയിൻ ആയിട്ടും. ഈ ഗോൾഡ് ഓർണമെന്റ്സ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സിനാരിയോയിൽ 80 ലക്ഷം രൂപയുടെ ഗോൾഡ് ഓർണമെന്റ്സ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 80 ലക്ഷം രൂപ കൊടുത്താൽ പോരാ. അതിന് മേക്കിംഗ് ചാർജ് കൊടുക്കണം, GST കൊടുക്കണം. മേക്കിംഗ് ചാർജ് 10 to 35% ആണ്. നമ്മളിവിടെ 10% ആണ് എടുക്കുന്നത്. GST 3%. സോ 80 ലക്ഷം രൂപയുടെ ഗോൾഡ് ഓർണമെന്റ്സ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 90,63,000 രൂപ കൊടുക്കണം ഓൾമോസ്റ്റ്. ഇനി ഗോൾഡ് കോയിൻ 80 ലക്ഷം രൂപയുടെ ഗോൾഡ് കോയിൻ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ 3% GST കൊടുക്കണം. അത് ഏകദേശം 2,40,000 രൂപ അഡീഷണൽ കൊടുക്കണം. ഇവിടെയാണ് നമ്മുടെ ഡിജിറ്റൽ ഗോൾഡിന്റെ ഇമ്പോർട്ടൻസ് ഇരിക്കുന്നത്. ഗോൾഡ് പീസ്. ഈ ഗോൾഡ് പീസിൽ 80 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ എക്സ്പെൻസ് വരും നമുക്കറിയാം. ഏകദേശം 1,600 രൂപയാണ് എക്സ്പെൻസ് വരുമോ. ഫ്യൂച്ചറിൽ ഗോൾഡിന്റെ പ്രൈസ് 13% ഇൻക്രീസ് ചെയ്തെന്ന് വിചാരിക്കും. ഈ ഓർണമെന്റ്സ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് അവിടെ ബ്രേക്ക് ഇവനെ വരുമോ, നഷ്ടമില്ല ലാഭമില്ല. പക്ഷെ ഗോൾഡ് ഡിജിറ്റലായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് 10.5 ലക്ഷം രൂപയുടെ ലാഭം ഉണ്ടാവും. ഈ ഡിജിറ്റൽ ഗോൾഡിന് ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഇന്ന് ഗോൾഡ് പീസ് റെഡീം ചെയ്താൽ നാളെയാണ് ആ കാശ് കിട്ടുള്ളൂ. ഫിസിക്കൽ ഗോൾഡിന്റെ ഡിസഡ്വാൻറ്റേജ് നിങ്ങൾക്കറിയാലോ. സോ ഇൻവെസ്റ്റ് വൈസ്.